മക്കളെ 4 കാര്യങ്ങൾ ശീലിച്ചോടാ, ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. ഞാനാ പറയുന്നത് നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും. അതിൽ ഒന്നാമതായിട്ട് നിങ്ങളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളത് അച്ചീവ് ചെയ്തിരിക്കും. ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനാണ് സങ്കല്പിച്ച്. ആ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയത്തില്ല. ആരോ ഏത് വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത് അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളത് വിശ്വസിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓടിക്കുന്ന ആളെ അറിയത്തില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പുള്ളി നമ്മളെ കൃത്യമായിട്ട് ആ സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിരിക്കും. യെസ്, അത് സംഭവിച്ചിരിക്കും. അപ്പോൾ ഈ കണ്ണി പോലും കണ്ടിട്ടില്ലാത്ത എല്ലാവരും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും വിശ്വസിക്കണം. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾ മാത്രമേ നിങ്ങളെ രക്ഷിക്കാനുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കാം. രണ്ടാമതായിട്ട് അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തു തുടങ്ങാം. സോ എഫേർട്ട് കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ, നാളെ ഞാൻ വിചാരിക്കുകയാണ് നാളെ മുതൽ ഞാൻ 10 മണിക്കൂർ പഠിച്ചിരിക്കും, ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല. സോ പതുക്കെ മാത്രമേ നമുക്ക് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഒരു കാര്യത്തിൽ വെച്ച് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നാളെ മുതൽ രാവിലെ ഞാൻ 5 മണിക്ക് എണീക്കും. വേറെ ഒന്നുമില്ല, 5 മണിക്ക് എണീക്കും. എന്നിട്ട് ഒരു കുഞ്ഞു ടോപ്പിക്ക് അങ്ങോട്ട് പഠിച്ചു തുടങ്ങും. ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നാളെ അത് മാത്രം ചെയ്യാം. മനസ്സിനകത്തൊരു സന്തോഷം കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതൊന്നും പറ്റത്തില്ല. പകരം പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. നാളെ മുതൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരിക. ഒരു ടോപ്പിക്ക് പുതുതായിട്ട് പഠിച്ചു തുടങ്ങാം. അതിനുശേഷം ഒരു 3 ടോപ്പിക്കിന് റിവിഷൻ കൊടുക്കും. ഒരു ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കുന്നു, 3 ടോപ്പിക്കിന് റിവിഷൻ കൊടുക്കുന്നു, ഒരു ചെറിയൊരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു 10-20 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ദിവസവും പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 21 ദിവസം കൊണ്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആവുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ, ഇനി ഇങ്ങനെയൊക്കെ പഠിച്ചോളെങ്കിൽ എങ്ങനെ ഈ സിലബസ് ഒക്കെ തീർക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എക്സാം പ്രതീക്ഷിക്കുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു 60-75 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ 25 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് വരുന്നത്. റീസണിങ്ങും അതുപോലെ 25 ടോപ്പിക്കുകൾ റീസണിങ്ങിനകത്ത് വരുന്നു. സയൻസ് നോക്കുകയാണെങ്കിൽ ഒരു 20 ടോപ്പിക്കാണ് സയൻസിനകത്ത് വരുന്നത്. ടോട്ടൽ 70 ടോപ്പിക്ക് ഇവിടെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയ ഒരു 14 ടോപ്പിക്ക് വരുന്നു. പിന്നെ സ്ട്രാറ്റജിക്ക് കുറച്ച് ടോപ്പിക്കുകൾ മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. 6 മാർക്ക് മാത്രമേ GK വരാൻ പോകുന്നുള്ളൂ. അതായത് ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാലും 60 ദിവസം കൊണ്ട് നമുക്ക് ഈ 60 ടോപ്പിക്കുകൾ നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചു പോയിട്ട് ഒരു 21 ദിവസം ഒരു ഹാബിറ്റ് ഒക്കെ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് പതുക്കെ ടോപ്പിക്കുകളുടെ എണ്ണവും കൂട്ടാൻ പറ്റും. 1.5 ടോപ്പിക്ക് ആക്കാൻ പറ്റും ഒരു ദിവസം. കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഇത്രയും എക്സാം എഴുതിയ പ്രാക്ടീസോടുകൂടി അവിടെ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ നമുക്ക് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ വിജയം എന്താണ്? നമ്മൾ SRM ടെക്നിക്കാണ്. കൃത്യമായിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ, സ്റ്റഡി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. റിവിഷൻ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഒരിക്കലും മറക്കത്തില്ല, പഠിച്ചൊന്നും മറക്കത്തില്ല. മോക്ക് എക്സാം എടുക്കുന്നുണ്ടോ? ഉണ്ട്. മക്കളെ, വിജയത്തിന് വേണ്ടത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനും പറ്റത്തില്ല. ലൈഫിൽ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ആയിട്ട് അങ്ങറ്റം വരെ കൊണ്ടുപോകുന്നവരാണ് ലൈഫിൽ വിജയിച്ചത്. അല്ലാതെ ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചവൻ അത്ഭുതം കാണിച്ചിട്ടില്ല. അവൻ 3ന്റെ അന്ന് നിർത്തിപ്പോവും. അല്ലാതെ കുറച്ച് ദിവസം മാത്രം പഠിച്ചവൻ അത്ഭുതം സൃഷ്ടിച്ചില്ല. ആരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളത്, ആരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ: കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയം പണിയെടുക്കുന്നവനാണ് ലൈഫിൽ എപ്പോഴും സക്സസ് ആയിട്ടുള്ളത്. സോ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. വലിയൊരു വേക്കൻസിയിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. 10ാം ക്ലാസ് നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വരുന്നത്. അത് നമ്മളെ കൊണ്ട് പറ്റും. ഒരു സമയത്ത് ഇതിനേക്കാളും അപ്പുറം പഠിച്ച ആൾക്കാരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചൊന്നും ഒരു വിഷയമല്ല. പറ്റുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടിറങ്ങാം. കൂടെ നല്ലൊരു പാർട്ട്ണറെ കൂടെ കൂട്ടുക. അതായത് നിങ്ങളുടെ എഫേർട്ട് പകുതി എടുക്കാനായിട്ട് ഒരു ടീം കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സിനെ തന്നെ പറയാം, നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കും. ആവശ്യമുള്ള മാത്രം തന്ന് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് തന്ന് ഒരു സ്ട്രാറ്റജിയിൽ മുമ്പോട്ട് പോയി നിങ്ങളുടെ റിസൾട്ടിലേക്ക് നമ്മൾ നടന്നു പോയിരിക്കും. ഷുവറാണത്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ കൂടെയും കൂട്ടുക. അവർ നിങ്ങളെ പകുതി അങ്ങ് പണിയെടുത്തോളും. എന്നിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ മിനിമം വർക്ക് ചെയ്യാം. ആ 5 മണിക്കൂറിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഒരു 5 മിനിറ്റ് ഇതൊക്കെ ഒന്ന് ആലോചിക്കാം. എന്താണ് എനിക്കിന്ന് ചെയ്യാനുള്ളത്? ഇന്ന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ എനിക്ക് മുമ്പോട്ട് ചെയ്യാനുണ്ട്? അതേപോലെ തന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യാം. ആ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, യെസ്,
നിങ്ങൾ ആ എക്സാമിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലിയിലേക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ പഠിച്ചു തുടങ്ങിക്കോടാം. 60 ദിവസം ഒരു ചെറിയ സമയമൊന്നുമില്ല. 60 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റാൻ പറ്റും. പ്രിപ്പയർ ചെയ്തോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ മക്കളെ, അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ചെയ്തോടാം. യു ആർ ദ മെജിഷ്യൻ ഇൻ യുവർ ഓൺ ലൈഫ്. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ, സെറ്റ് ആവും.